തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി 3 വർഷമായി നീട്ടേണ്ടതില്ല, 2 വർഷം മതി എന്നുള്ളൊരു തീരുമാനം CPM സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുമാത്രമല്ല, നിലവിലെ പ്രസിഡന്റിന് ഇപ്പം 1 വർഷം കൂടെ നീട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളത് സെക്രട്ടേറിയറ്റിലാണ്. ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി മുൻപൊക്കെ 3 വർഷമായിരുന്നു. അത് ഒരു ഭരണസമിതി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ 3 വർഷം നിലനിൽക്കുമായിരുന്നു. അതായത് പ്രസിഡന്റും 2 അംഗങ്ങളും അടങ്ങുന്ന ബോർഡിന് ഇത് പ്രകാരം 3 വർഷം ദേവസ്വം ബോർഡിൽ തുടരാമായിരുന്നു. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആദ്യം ഭരണരംഗത്ത് വന്നപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി 2 വർഷമായി വെട്ടിച്ചുരുക്കുകയായിരുന്നു. അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ആദ്യ ടൈം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മുന്നൊരുക്ക അവലോകന യോഗത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ മുഖ്യമന്ത്രിയോട് കയർത്ത് പരസ്യമായി കൊമ്പുപോകും. പ്രയാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അദ്ദേഹം പല നിലപാടുകൾക്കൊപ്പം നിന്ന മനുഷ്യനാണ്. അതോടൊപ്പം തന്നെ ശബരിമലയിൽ യുവതികൾ കയറിയപ്പോൾ അന്ന് അദ്ദേഹം തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും ഞാൻ ശബരിമലയിലേക്ക് വരില്ല എന്നുള്ള തീരുമാനം. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഇതിൽ കുപിതനായ മുഖ്യമന്ത്രി സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രത്യേക ഓർഡിനൻസിലൂടെ UDFൻ്റെ ബോർഡിൻ്റെ, അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ബോർഡിൻ്റെ കാലാവധി 3 ടേം എന്നത് 2 വർഷമായി വെട്ടിച്ചുരുക്കി. തുടർന്ന് രാജ്യരാമായണം CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായിരുന്ന പത്മകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായി വാഴിച്ചു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ശബരിമല യുവതീ പ്രവേശന സമയമാണ്. അപ്പോൾ പിണറായിയുടെ ഇഷ്ടക്കാരനായി മാറിയ പത്മകുമാർ ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും കണ്ണിലെ കരടായി മാറി. കാരണം ആ സമയം അദ്ദേഹം അങ്ങ് മുതലെടുത്തു. അവിടെ നിന്ന് ഭയങ്കരമായി കണ്ണീരൊഴുക്കുകയും വലിയ ഷോയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു പത്മകുമാർ. ഇപ്പോഴും പത്മകുമാർ പല CPMൻ്റെ പല തീരുമാനങ്ങളിലും എതിർപ്പ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ പത്മകുമാറിൻ്റെ പരസ്യ പ്രസ്ഥാനങ്ങളും BJP അനുകൂല നിലപാടുകളും പത്മകുമാറിനെ സർക്കാരിൽ നിന്നും ദേവസ്വം ബോർഡിൽ നിന്നും അകറ്റുകയായിരുന്നു. പത്മകുമാറിൻ്റെ കാലാവധി 1 വർഷം കൂടി നീട്ടിക്കിട്ടാൻ അന്ന് പത്മകുമാർ പല വാതിലുകൾ മുട്ടിയെങ്കിലും ഫലമുണ്ടായില്ല. പ്രസിഡന്റിൻ്റെയും ബോർഡിൻ്റെയും കാലാവധി നീട്ടി നൽകേണ്ട അന്ന് ഉറച്ച തീരുമാനം മുഖ്യമന്ത്രി അന്ന് കൈക്കൊണ്ടതോടെ കാലാവധി നീട്ടിക്കിട്ടുമെന്ന പത്മകുമാറിൻ്റെ മോഹം അവസാനിച്ചു. പത്മകുമാറിന് ശേഷം പ്രസിഡന്റ് ആകാനുള്ള ഭാഗ്യവും നറുക്കും വീണത് ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിനായിരുന്നു. മന്ത്രിയായിരുന്ന PK ഗുരുദാസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും പിണറായി ഭക്തനും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായിരുന്ന N വാസുവിനെ പ്രസിഡന്റാക്കിയത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ചരിത്രപരമായ മറ്റൊരു തീരുമാനമായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ 2 തവണ മാത്രമാണ് സവർണനല്ലാത്ത ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ളത്. N ബാബുവിന് ശേഷം SNDP സമുദായത്തിൽ നിന്ന് പ്രസിഡന്റ് പദവി ലഭിച്ചത് അതായത് N വാസുവിനായിരുന്നു. CPIMൻ്റെയും മുഖ്യമന്ത്രിയുടെയും ശബരിമല യുവതീ പ്രവേശനം എന്ന ലക്ഷ്യം നേടിക്കൊടുത്തതിൻ്റെ ചാണക്യൻ വാസു എന്നായിരുന്നു അന്ന് ഉയർന്ന ആരോപണം. ഇതിൻ്റെ പ്രത്യുപകാരമായാണ് NSSൻ്റെ എതിർപ്പ് മറികടന്ന് സുകുമാരൻ നായരെ വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളിയുടെ മൗനാനുവാദത്തോടെ N വാസുവിനെ മുഖ്യമന്ത്രി ദേവസ്വം ആക്കിയതെന്നും അന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിച്ചാലും ദേവസ്വം ബോർഡുകളുടെ പ്രസിഡന്റ് സ്ഥാനം ഉന്നത കുലജാതന്മാർക്ക്, അതായത് സവർണന്മാർക്കായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നായർ അല്ലെങ്കിൽ ഉന്നത കുലജാതൻ എന്നായിരുന്നു. 2 അംഗങ്ങളിൽ 1 ഈഴവ സമുദായത്തിന്, മറ്റേത് SC STക്ക് നൽകും. അതാണ് കീഴ്വഴക്കം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും സത്യസന്ധനുമായിരുന്ന N വാസുവിന് 1 വർഷം കൂടി കാലാവധി നീട്ടിക്കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും CPM അതും അനുവദിച്ചില്ല. പിന്നീട് പ്രസിഡന്റായി വന്നത് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് K അനന്തഗോപനായിരുന്നു. നല്ല കമ്മ്യൂണിസ്റ്റുകാരനും വിശ്വാസിയുമായിരുന്ന അനന്തഗോപൻ നല്ല രീതിയിൽ തന്നെ തീർത്ഥാടനം വിജയിപ്പിച്ചു. ഒരാക്ഷേപം കൽപ്പിക്കാതെ നല്ലൊരു ബോർഡ് എന്ന പേരും അനന്തഗോപൻ പ്രസിഡന്റായ ബോർഡിന് ലഭിച്ചിരുന്നു. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നിട്ട് അനന്തഗോപൻ പ്രസിഡന്റായ ബോർഡിന് കാലാവധി നീട്ടി നൽകുകയോ ഒരു അവസരം കൂടി നൽകുകയോ CPIM പാർട്ടിയോ മുഖ്യമന്ത്രിയോ ചെയ്തിട്ടില്ല. ഇവർക്കൊക്കെ പിന്നാലെ എത്തിയത് കോൺഗ്രസിൽ നിന്ന് കാലുവാരി ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറിയ PS പ്രശാന്തായിരുന്നു. അതായത് ഇപ്പോൾ നിലവിലെ പ്രസിഡന്റ്. സ്ഥാനമോഹങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് CPIMൽ എത്തിയ പ്രശാന്തിന് പാർട്ടി കമ്മിറ്റിയിൽ ഔദ്യോഗിക പദവികൾ നൽകിയില്ല. ഒടുവിൽ പ്രശാന്തിനെ CPIMൽ എത്തിച്ച തിരുവനന്തപുരത്തുകാരനായ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പിൻബലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം കരസ്ഥമാക്കാനായി. CPIM തന്നെ നിരവധി പേർ പ്രസിഡന്റ് കുപ്പായം തുന്നി റെഡിയായി നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്നെത്തിയ PS പ്രശാന്തിനെ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി നിയമിച്ചത്. അതിൽ അന്നും ഇന്നും പാർട്ടിക്കുള്ളിൽ കടുത്ത അമർഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ട്. കൂടാതെ നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി GR അനിലിനെതിരെ മത്സരിച്ച PS പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയതിലെ എതിർപ്പും പ്രതിഷേധവും CPIയും അന്ന് LDFൽ രേഖപ്പെടുത്തിയിരുന്നു. തൻ്റെ ഭരണകാലയളവിൽ മികച്ച ശബരിമല തീർത്ഥാടനം നടത്താൻ പ്രശാന്തിനായി എന്നത് വസ്തുതയാണ്. ഭരണമികവും ഭരണപരിഷ്കാരങ്ങളും ബോർഡിലെ പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയ വഴി നേതാക്കൾക്ക് മുന്നിൽ എത്തിക്കാൻ PS പ്രശാന്ത് ശ്രമിക്കുകയും ചെയ്തു. NSSൻ്റെ പിന്തുണയും പ്രശാന്ത് നേടി. തൻ്റെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അപ്പോൾ എത്തിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാനും പ്രശാന്ത് മറന്നില്ല. ഇതൊക്കെയാണ് പ്രശാന്തിന് 2ാമതൊരു ഊഴം കിട്ടുമെന്ന പ്രതീക്ഷയ്ക്ക് ആധാരം. എന്നാൽ 2ാം വർഷ അവസാനത്തിലേക്ക് വന്നപ്പോൾ PS പ്രശാന്തിൻ്റെ ഈ ജീവനക്കാരുടെ വിരുദ്ധ നയങ്ങൾ
ജീവനക്കാരുടെ എതിർപ്പിന് വഴിവെച്ചു. കൂടാതെ പ്രസിഡന്റിന്റെ PAക്കെതിരെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ഇടതുപക്ഷ സംഘടനയുടെ ഒരു വിഭാഗം അഴിമതി ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി. അപ്പോൾ അത് വിജിലൻസിന് പരാതിയൊക്കെ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PS പ്രശാന്തിന്റെ പല നയങ്ങളിലും CPIക്കാർ അതൃപ്തരാണ്. CPI സംഘടനാ നേതാക്കൾ ഈ കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി SNDPക്കാരനായ ദേവസ്വം മന്ത്രിയും ഈ വിഷയത്തിൽ നീരസം പ്രകടിപ്പിച്ചതായും അറിയുന്നു. ഒരു കാരണവശാലും പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കരുതെന്ന ആവശ്യവുമായി ഈ ഇടത് സംഘടനാ നേതാക്കൾ ദേവസ്വം മന്ത്രിയെ AKG സെന്ററിനെ സമീപിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പല തീരുമാനങ്ങളിലും സംഘടനയ്ക്ക് എതിർപ്പുണ്ട്. അപ്പോൾ ചില അഴിമതി ആരോപണങ്ങളും സംഘടനാ പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ട് ഇയാളുടെ PAക്കെതിരെയൊക്കെ. ഇതൊക്കെ മുഖവിലക്കെടുത്താണ് കാലാവധി നീട്ടിക്കൊടുക്കേണ്ട എന്ന തീരുമാനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടതെന്നാണ് വിവരം. കോൺഗ്രസ്സുകാരനായ PS പ്രശാന്തിന് കാലാവധി ഉയർത്തി നൽകിയാൽ പ്രസിഡന്റുമാരായി നേരത്തെ ഉണ്ടായിരുന്ന CPIMകാർ എല്ലാവരും കള്ളന്മാരും അഴിമതിക്കാരുമാണെന്ന പ്രചരണവും ആക്ഷേപവും പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിലും ഉണ്ടാകുമെന്നും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വാദിച്ചു. ഭക്തരിൽ നിന്നും പോലും ബോർഡ് പണം പിരിക്കുന്നെന്ന പരാതിയും വരുന്നുണ്ട്. ഏതായാലും പുതിയ കാലാവധി നീട്ടി നിൽക്കേണ്ടതില്ല, പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തി തീരുമാനിക്കാം എന്ന ധാരണയിലാണ് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ പറഞ്ഞതുപോലെ ഇതിലൊരു നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അതായത് ശബരിമലയിൽ ആഗോള അയ്യപ്പ സമ്മേളനം വിളിച്ചു കൂട്ടുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞു. പക്ഷേ കുറച്ച് സംശയങ്ങൾ തീർത്തു തരണമെന്നൊരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു മതേതര സർക്കാരിൻ്റെ മന്ത്രിസഭാംഗം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടുന്നത് ഭരണഘടനാ ലംഘനമല്ലേ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. ഒരാൾ മന്ത്രിയാകുന്ന MLA ആയി തിരഞ്ഞെടുക്കുമ്പോഴാണ്. MLAയും മന്ത്രിയും എന്ന നിലയിൽ ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ ഭക്തജനങ്ങളെ വിളിച്ചു കൂട്ടാനുള്ള അധികാരമോ മാൻഡേറ്റോ മന്ത്രിക്ക് വിവിധ മതസ്ഥരായ വോട്ടർമാർ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, ശബരിമലയിലേതുപോലെ ക്രൈസ്തവ മുസ്ലിം ആരാധനാലയങ്ങളിൽ വിശ്വാസികളുടെ ആഗോള സംഗമം നടത്തുമോ? അതോടൊപ്പം തന്നെ ശബരിമലയിലെത്തിയ അയ്യപ്പന്മാരെ അതിനിഷ്ഠൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് ബുദ്ധിമുട്ടിക്കുകയും മനഃപൂർവ്വം യുവതികളെ വിളിച്ചു വരുത്തിയ അയ്യപ്പന്മാരുടെ വികാര വിശ്വാസ സങ്കല്പങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്ത സർക്കാരാണ് അതേ ക്ഷേത്ര സന്നിധിയിൽ അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇതിന് സർക്കാരിന് ധാർമ്മികമായ അവകാശമുണ്ടോ? അടുത്ത ചോദ്യം. അയ്യപ്പ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിന് പ്രക്ഷോഭം നടത്തിയ 10,000-കണക്കിന് നിരപരാധികളായ അയ്യപ്പന്മാർ കോടതി കയറി കഷ്ടപ്പെടുകയാണ്. ഈ അയ്യപ്പന്മാർക്കെതിരെ ഫയൽ ചെയ്ത കള്ളക്കേസുകൾ പിൻവലിക്കുവാൻ തയ്യാറാകാത്ത സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നത് അയ്യപ്പന്മാരോട് നടത്തുന്ന വെല്ലുവിളിയല്ലേ? അയ്യപ്പന്മാർക്ക് അന്നദാനവും ചികിത്സയും മറ്റ് സേവനങ്ങളും നൽകാൻ അയ്യപ്പ സംഘടനകളെ അനുവദിക്കില്ല. താമസിക്കാൻ ഭീമമായ ചാർജ് അയ്യപ്പന്മാർ കൊടുക്കണം. കക്കൂസുകളും കുളിമുറികളും വേണ്ടത്ര ഇല്ല. പമ്പാ സ്നാനവും തർപ്പണവും അനുവദിക്കില്ല. അയ്യപ്പന്മാർ കഷ്ടപ്പെടുന്നു. അതൊന്നും കാണാതെ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ എന്താർത്ഥമാണുള്ളത്? ശബരിമല ഭരിക്കുന്ന സ്വതന്ത്ര പരമാധികാര ദേവസ്വം ബോർഡിനെ ഇരുട്ടിൽ നിർത്തി മതേതര സർക്കാരിൻ്റെ മന്ത്രി അയ്യപ്പ സംഗമം നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നത് ശരിയാണോ? ശബരിമലയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനും പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനും നടന്നു വന്നിരുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി നിരോധിച്ച സർക്കാരിന് അയ്യപ്പ സംഗമം നടത്താൻ അർഹതയുണ്ടോ? ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയിലെത്തുന്ന അയ്യപ്പന്മാർക്ക് പ്രയോജനപ്പെടുന്ന ശബരിപാതയ്ക്ക് കഴിഞ്ഞ 25 വർഷമായി സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന കേരള സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ? അതുകൂടാതെ കേന്ദ്രം അനുവദിച്ച 100 കോടി ഉപയോഗിച്ചിട്ടില്ല. പമ്പ ആക്ഷൻ പദ്ധതി വെള്ളത്തിലായി. ഇതൊക്കെ അയ്യപ്പന്മാരുടെ കണ്ണിൽ പൊടിയിടാനല്ലേ? എല്ലാം പ്രസക്തമായ ചോദ്യങ്ങളാണ്. ശബരിമലയിൽ വികസനത്തിന് ആവശ്യമായ ശുപാർശകൾ സമർപ്പിച്ചിട്ടുള്ള എക്കോ സ്മാർട്ട് പദ്ധതി എവിടെ? ശബരിമലയ്ക്കുള്ള KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന അയ്യപ്പന്മാരോട് അമിതമായ യാത്രാക്കൂലി ഈടാക്കുന്നത്, കറണ്ട് ചാർജ്, ഭക്ഷണവില, പാർക്കിംഗ് ഫീസ്, ഇതൊക്കെ ധർമ്മത്തിന്, അയ്യപ്പ ധർമ്മത്തിന് നിരക്കുന്നതാണോ എന്ന് ഞാൻ കുറേയേറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ സർക്കാർ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറെ വരുമാനം കിട്ടുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ അത് ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത്.